ഈ 2 കമ്പോണൻറ്റ് റെഗുലേറ്ററി സിസ്റ്റത്തിൽ ഇനി എങ്ങനെയാണ് ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് സിഗ്നലിന് കിട്ടുന്നത് വെച്ചാൽ, ഇതിപ്പോൾ ഒരു ബാക്ടീരിയയുടെ സെല്ല്, ഓക്കെ, ബാക്ടീരിയയുടെ സെല്ലിൻ്റെ സർഫസിൽ ഒരു പ്രോട്ടീനുണ്ട്. ആ പ്രോട്ടീനാണ് എന്ത്, മെംബ്രെയിൻ ബൗണ്ട് സെൻസ് ചെയ്യുന്നത്, ഓക്കെ, സെൻസർ കൈനേസ്. ഈ സെൻസർ കൈനേസിന് പറയുന്ന പേരാണ് എന്ത്, ഹിസ്റ്റീഡിൻ കൈനേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിസ്റ്റീഡിൻ കൈനേസ്. ഈ ഹിസ്റ്റീഡിൻ കൈനേസ് എന്ന് പറയുന്ന പേരാണ് ഷോർട്ട് ഫോം HK എന്ന് പറയും. ഓക്കെ, ഈ സെല്ലിൻ്റെ, അതായത് ഈ ബാക്ടീരിയയുടെ സെല്ലിൻ്റെ സർഫസിൽ എന്തുണ്ട്, ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സെൻസർ കൈനേസ് ഉണ്ട്. അതാണ് ഏത്, ഹിസ്റ്റീഡിൻ കൈനേസ്. ഈ ഹിസ്റ്റീഡിൻ കൈനേസ് എന്ത് ഡിറ്റക്റ്റ് ചെയ്യും, ഈ എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇത് എൻവയോൺമെൻ്റ് ആണ്, ഇത് ബാക്ടീരിയയുടെ സെല്ലാണ്. ഈ എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ ഇപ്പോൾ സോഡിയം ആണെന്ന് വിചാരിച്ചു, സോഡിയത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് വിചാരിച്ചു. ഇപ്പം സോഡിയത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പം എന്ത് ചെയ്യും, ഈ സോഡിയത്തിൻ്റെ അളവ് കൂടുതലാണ് എന്നുള്ള ഒരു സിഗ്നൽ എവിടേക്ക് കിട്ടും, ഈ സെല്ലിൻ്റെ സർഫസിലുള്ള ഹിസ്റ്റഡിൻ കൈനേസിന് കിട്ടും. ദെൻ ആ ഹിസ്റ്റഡിൻ കൈനേസ് എന്ത് ചെയ്യുന്നു, ആ സിഗ്നലിനെ അകത്തുള്ള, അതായത് സൈറ്റോപ്ലാസത്തിലുള്ള റെസ്പോൺസ് റെഗുലേറ്റർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനുണ്ട്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, റെസ്പോൺസ് റെഗുലേറ്റർ. ഓക്കെ, അതായത് വരുന്ന റെസ്പോൺസിനോട് എന്ത് ചെയ്യുന്നത്, ആ റെസ്പോൺസിനോട് ആക്ട് ചെയ്യുന്നത്, അതിനെയാണ് റെസ്പോൺസ് റെഗുലേറ്റർ RR എന്ന് പറയുന്നത്.